അപ്പോൾ ഇന്നൊരു ഗ്രീമി മസാല പാസ്തേൻ്റെ റെസിപ്പി ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബോൺലെസ് ചിക്കൻ കേട്ടോ, എല്ലില്ലാത്ത പീസ് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സോയ സോസ് ഒഴിച്ച് കൊടുക്കുക. ചിക്കനക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കോൺഫ്ലവറും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂറോ അരമണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ഫ്രൈ ആക്കാനുള്ള പാത്രത്തിൽ കുറച്ച് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് പാസ്ത വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമ്മൾ പാസ്തയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. തിളച്ച് വരുമ്പോൾ നമ്മൾ ചിക്കനും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം കേട്ടോ. അതിൽ തന്നെ കുറച്ച് ഓയിൽ നമ്മൾ ഫ്രൈ ആക്കി വരുന്ന കുറച്ച് ഓയിൽ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് രണ്ട് വല്യുള്ളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയും മിക്സിയിലിട്ടിട്ട് ചതച്ചതും, വല്യുള്ളി നല്ലോണം വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചതച്ചത് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മുളകും പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് ചെറിയ പീസാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫ്രൈ ആക്കുന്നതിന് മുന്നേ മസാല ആക്കുമ്പോൾ തന്നെ ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. മസാലയ്ക്ക് ചേർത്ത് കൊടുത്തു. നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് അത് നല്ലോണം മെൽറ്റായി വരുമ്പോൾ 2 സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ. കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിൽ എടുക്കാം കേട്ടോ. നമുക്ക് പാസ്തേൻ്റെ ഇതിനനുസരിച്ച് ഞാൻ കുറച്ച് പാസ്ത ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 സ്പൂണ് മൈദപ്പൊടി ചേർത്തിട്ട് നല്ലോണം ബട്ടറും അതും കൂടി മിക്സായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ പാൽ ഒഴിച്ചിട്ട് നല്ലോണം അത് ഒന്ന് തിളപ്പിച്ചെടുത്തു. അപ്പോൾ അത് കുറുകി നല്ല സോസിൻ്റെ പരുവത്തിലായി വരും കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒറിഗാനോ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, ഓപ്ഷണലാണ്. അപ്പോൾ അതൊരു ചേർക്കുമ്പോൾ ഒരു ഫ്ലേവർ ഉണ്ടാവും ഒറിഗാനോൻ്റെ അത്ര തന്നെ. പിന്നെ അതൊക്കെ നല്ലോണം ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് ഒരു ചീസിൻ്റെ സ്ലൈസ് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനുള്ള മസാല അതിൽ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി കേട്ടോ. എനിക്ക് കുറച്ച് കൂടി സോസ് വേണമായിരുന്നു, പക്ഷെ എൻ്റെ കുറച്ച് കുറഞ്ഞു പോയിട്ടോ. ഞാൻ എടുത്ത പാസ്തയ്ക്ക് കുറച്ച് കുറവായിരുന്നു സോസ്. നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല പാസ്തയ്ക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെക്കുക കേട്ടോ. ആ പാസ്തി മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് 10 മിനിറ്റ് മതി. നല്ലോണം മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലൊരു ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ മസാലയൊക്കെ നല്ലോണം പിടിച്ച് നല്ല സെറ്റാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാസ്ത നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഈ വെക്കേഷനിൽ കുട്ടികളൊക്കെ പറ്റിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പാസ്ത കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വിലയേറിയ കമൻറ്റ് അറിയിക്കുക കേട്ടോ. ഓക്കേ.